നമസ്കാരം. സ്വന്തം മകളെ ആവശ്യമായ സമയത്ത് ചേർത്ത് നിർത്താൻ സാധിക്കാതെ പോയെന്ന ആക്ഷേപം ഷൈനിയുടെ പിതാവ് കുര്യാക്കോസിനെതിരെ ശക്തമാകുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കുടുംബത്തിന്റെ അയൽവാസികളായ ചിലർ നേരത്തെ തന്നെ മാധ്യമങ്ങളിലൊക്കെയും ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയും ഒക്കെ ചെയ്തതാണ്. ഷൈനിയുടെ പിതാവിൽ നിന്നും വേണ്ടത്ര പിന്തുണ ഷൈനിക്ക് കിട്ടിയിരുന്നില്ല. എന്നാൽ കുത്തുവാക്കുകൾ കേൾക്കേണ്ടിയും വന്നു. ഒരുപക്ഷെ അതും കൂടി ആയിരിക്കാം അവളെ ഈ കടും കൈ ചെയ്യാൻ പ്രേരിപ്പിച്ചത് എന്നതാണ് ഷൈനിയെയും മക്കളെയും അറിയാവുന്നവർ പറയുന്നത് മുഴുവൻ. സ്വന്തം കുടുംബത്തിൽ വന്നു നിൽക്കുമ്പോൾ കിട്ടേണ്ട ഒരു പിന്തുണയുണ്ട്. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്. സ്വന്തം വീട്ടിൽ നിന്ന് ആ പരിഹാരം കിട്ടുന്നില്ലെങ്കിൽ ആരും വീണ്ടും വീണ്ടും തകർന്നു പോകും. പിതാവിനെതിരെയും കുടുംബാംഗങ്ങൾക്കെതിരെയും അന്വേഷണം ആവശ്യപ്പെട്ട് ജ്ഞാനായ കത്തോലിക്ക സഭയിലെ ഒരു വിഭാഗം രംഗത്ത് വരികയും ചെയ്തു. പിതാവ്, അതായത് കുര്യാക്കോസ്, കുട്ടികളോടടക്കം മോശമായിട്ടാണ് പെരുമാറിയത് എന്നാണ് ആരോപണം വന്നിരിക്കുന്നത്. കസ്റ്റംസിൽ നിന്നും റിട്ടയർ ആയ ജോർജ് പുലാട്ട് എന്ന സാമൂഹിക പ്രവർത്തകൻ ഫേസ്ബുക്കിൽ എഴുതിയ പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുകയും ചെയ്യുന്നു. സാമൂഹ്യ പ്രവർത്തക ദയാബായിയുടെ സഹോദരൻ കൂടിയാണ് ജോർജ് പുലാട്ട്. ഈ കുറിപ്പിൽ ഷൈനി അനുഭവിച്ച മാനസിക സംഘർഷങ്ങളെ കുറിച്ച് തുറന്നു പറയുകയും ചെയ്യുന്നു. ഷൈനിയുടെ മരണത്തിൽ ഭർത്താവും അവരുടെ വീട്ടുകാരും എത്ര കണ്ട് കുറ്റക്കാരാണോ അത്രയും പങ്ക് സ്വന്തം അച്ഛനും ഉണ്ട് എന്ന ആരോപണമാണ് ജോർജ് പുല്ലാട്ട് ആരോപിക്കുന്നത്. അദ്ദേഹത്തിന്റെ കുറിപ്പ് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഷൈനിയും മക്കളും കഥ മറ്റൊരു വഴിയെ. പാഞ്ചോ എന്ന വീട്ടുകാർ വിളിക്കുന്ന ഏറ്റുമാനൂർക്കാരൻ ഫ്രാൻസിസ് സ്വിറ്റ്സർലാൻഡിലും ഓസ്ട്രിയയിലുമായി 16 വർഷം നഴ്സിംഗ് സേവനം ചെയ്ത ശേഷം യൂറോപ്പിലെ തണുത്ത കാലാവസ്ഥ മകന് അലർജി ഉണ്ടാക്കുന്നത് മൂലം 6 വർഷം മുമ്പ് നാട്ടിലേക്ക് മടങ്ങി. എന്നാൽ ആതുര സേവനം തുടരാനും ഉപജീവനത്തിനുമായി പാഞ്ചോ വീടിന് സമീപം ഏറ്റുമാനൂർ 101 കവലയിൽ റോസ മിസ്റ്റിക്ക എന്നൊരു പാലിയേറ്റീവ് കെയർ ഹോം ആരംഭിച്ചു. ഏറ്റവും ആധുനിക സൗകര്യങ്ങളും രാജ്യാന്തര നിലവാരവുമുള്ള രോഗീ പരിചരണ കേന്ദ്രമായ റോസ മിസ്റ്റിക്കയിൽ ഇപ്പോൾ 40 അന്തേവാസികളുണ്ട്. സ്വദേശത്തും വിദേശത്തുമായി ഇതേ മേഖലയിൽ ദീർഘകാലത്തെ സേവന പരിചയമുള്ള 18 നഴ്സുമാർ ഉൾപ്പെടെ 43 ജോലിക്കാരുള്ള സ്ഥാപനം. 40 അന്തേവാസികളെ ശുശ്രൂഷിക്കാൻ 43 പേരുണ്ട് എന്ന് എടുത്തു പറയുന്നുണ്ട്. അത് ഈ സ്ഥാപനത്തിന്റെ നിലവാരത്തിന്റെ സൂചകമായതുകൊണ്ടാണ്. രോഗികൾക്കായി പാഞ്ചോ ഹൈഡ്രോളിക് ചക്രങ്ങളുള്ള കട്ടിലുകളും ചക്ര കസേരകളും ആധുനിക ക്ലോസറ്റുകളും ഇറക്കുമതി ചെയ്തു. യൂറോപ്പിലേതുപോലെ എല്ലാ അത്യാധുനിക സൗകര്യങ്ങളും ഒരുക്കി. എങ്കിലും ശുചീകരണ വിഭാഗത്തിലെ ചില ജോലിക്കാർക്ക് ഇതെല്ലാം ഒന്ന് പഠിച്ച് പ്രാവർത്തികമാക്കാൻ തുടക്കത്തിൽ കഴിഞ്ഞില്ല. വലിയ വിദ്യാഭ്യാസമോ ഇത്തരം തൊഴിൽ പരിചയമോ ഇല്ലാത്ത സാധാരണ ഗ്രാമീണരാണ് പലരും. ബയോവേസ്റ്റ്, അതായത് അടുക്കള മാലിന്യം മാത്രമേ ബയോഗ്യാസ് പ്ലാന്റിൽ നിക്ഷേപിക്കാവൂ എന്ന് ആവർത്തിച്ച് നിഷ്കർഷിച്ചിട്ടും അത് ശ്രദ്ധിക്കാതെയും കുഴപ്പങ്ങൾ അറിയാതെയും ജോലിക്കാർ പ്ലാസ്റ്റിക്കും ഇലകളും ഉൾപ്പെടെയുള്ള പലതും അതിൽ നിക്ഷേപിച്ചതുകൊണ്ട് പ്ലാന്റിന്റെ പ്രവർത്തനം തകരാറിലായി. ഡ്രെയിനേജ് ബ്ലോക്കായി. ഗ്യാസിന് പകരം ടാങ്കിൽ നിന്ന് തന്നെ മാലിന്യം തന്നെ പുറത്തേക്കൊഴുകി ദുർഗന്ധവും പരന്നു. പ്ലാന്റ് ഉണ്ടാക്കിയവരെ പാഞ്ചോ കാര്യം അറിയിച്ചു. അവർ വന്നു പറഞ്ഞു, അതെ, എല്ലാം കൂടി അകത്ത് വീണ് കട്ട പിടിച്ചു. അതെല്ലാം വാരിക്കളഞ്ഞിട്ട് പുതിയതുണ്ടാക്കണം. 2-3 ദിവസം പിടിക്കും. ഒരു മതിൽ പങ്കിടുന്ന അയൽക്കാരൻ കുര്യാക്കോസ് എന്ന മധ്യവയസ്കൻ അന്ന് പാഞ്ചോയോട് പറഞ്ഞു, നിന്റെ ഈ പ്രസ്ഥാനം ഞാൻ പൂട്ടിച്ചിരിക്കും. ഡൽഹിയിൽ പോയിട്ടായാലും ഞാൻ പൂട്ടിക്കും, നോക്കിക്കോ. പാഞ്ചോ പറഞ്ഞു, ചേട്ടാ, ജോലിക്കാർക്ക് അബദ്ധം പറ്റിയതാണ്, ഉടനെ നന്നാക്കും. എത്രയും വേഗം അത് ശരിയാക്കാനുള്ള പണികൾ തുടങ്ങിയപ്പോഴേക്കും അതിരമ്പുഴ ഹെൽത്ത് വകുപ്പിന്റെ ഉദ്യോഗസ്ഥരെത്തി. വനിതാ ഹെൽത്ത് ഇൻസ്പെക്ടർ പാഞ്ചോയോട് പറഞ്ഞു, നിങ്ങളുടെ സ്ഥാപനത്തിലെ ടാങ്ക് പൊട്ടിയൊഴുകിയിട്ട് ദുർഗന്ധം പരക്കുന്നതായി പരാതി വന്നിട്ടുണ്ട്. അന്വേഷിക്കാൻ വന്നതാണ്. ആരാണ് പരാതിക്കാരൻ? അടുത്തുള്ളവരല്ലാതെ ആരാണ് എന്ന് പറഞ്ഞ് അവർ തൊട്ടടുത്ത വീട്ടിലേക്ക് കണ്ണുനീട്ടി. പാഞ്ചോ ഞെട്ടിപ്പോയി. തൊട്ടടുത്ത വടകരയിൽ വീട്ടിലെ തന്നെ കുര്യാക്കോസ്. റോസ മിസ്റ്റിക്കയുടെ ആരംഭകാലം മുതൽ തന്നെ അയാൾ ശത്രുത പുലർത്തിയിരുന്നുവെങ്കിലും ഇങ്ങനെയൊരു പരാതി ഉണ്ടാകുമെന്ന് പാഞ്ചോ പ്രതീക്ഷിച്ചിരുന്നില്ല. അവിടെ കാര്യമായ കുഴപ്പമൊന്നുമില്ലെന്ന് ബോധ്യമായ ഹെൽത്തുകാർ മടങ്ങിപ്പോവുകയും ചെയ്തു. ദുർഗന്ധം പരത്തുന്നു എന്ന് മാത്രമല്ല, അന്തേവാസികൾക്ക് തീരെ നിലവാരം കുറഞ്ഞ ഭക്ഷണമാണ് കൊടുക്കുന്നത് എന്ന് കൂടി കുറെ ആൾക്കാരെ കൂട്ടി അയാൾ പരാതി കൊടുത്തു. അങ്ങനെ ഹെൽത്തുകാർ വീണ്ടും വന്നു. ഹെൽത്ത് ഇൻസ്പെക്ടറും സംഘവും
എല്ലായിടവും കർശനമായി തന്നെ പരിശോധിച്ചു. ഫ്രിഡ്ജും ഫ്രീസറും അടുക്കളയും പരിശോധിച്ച അവർക്കൊപ്പം നിന്ന് പാഞ്ചോ കാര്യങ്ങൾ വിശദീകരിച്ചു. പരാതിയിൽ കഴമ്പില്ലെന്ന ബോധ്യമായ അവർ നടപടികളെടുക്കാതെ പുഞ്ചിരിയോടെ മടങ്ങിപ്പോയി. എങ്കിലും നിന്റെ പ്രസ്ഥാനം ഞാൻ പൂട്ടിക്കുമെന്ന് കുര്യാക്കോസ് ഇടയ്ക്കിടെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നത് പാഞ്ചോയെ അസ്വസ്ഥനാക്കി. കാരണം വല്ലപ്പോഴുമൊക്കെ അവിടെ എത്തുന്ന 2 പെൺകുട്ടികൾ തൻ്റെ മക്കളുടെ കൂട്ടുകാരാണ്. തൊടുപുഴയിൽ ചുങ്കത്തുചേരിയിൽ നോബിക്ക് കെട്ടിച്ചു കൊടുത്ത മകൾ ഷൈനി വല്ലപ്പോഴുമൊക്കെ സ്വന്തം വീട്ടിലെത്തുമ്പോൾ മക്കളെയും കൂട്ടി തൻ്റെ വീട്ടിലും വരും. അവർ മക്കളോടൊപ്പം കളിക്കും, സൈക്കിൾ ചവിട്ടും. തങ്കം പോലുള്ള ആ പെൺകുട്ടികൾ അലീനയും ഇവാനയും പാഞ്ചോയുടെ കുട്ടികളുടെ കൂട്ടുകാരായ ഓമന കുട്ടികളായിരുന്നു. പാഞ്ചോയുമായി ഫോണിൽ സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ ചില കാര്യങ്ങളാണ് ഞാൻ കുറിക്കുന്നത്. ഈ കുര്യാക്കോസ് ചേട്ടൻ കുറെ വർഷങ്ങൾക്ക് മുൻപ് അതിരമ്പുഴയിൽ ഇവിടെ വന്ന് താമസമാക്കിയതാ. വടകരയിൽ നിന്നാ വീട്ടുപേര്. പണ്ട് ടൈലിന്റെ പണിയൊക്കെ ചെയ്തിരുന്നതാ. പിന്നെ ബസ് മേടിച്ചു, അതെല്ലാം പൊട്ടി. പുള്ളിയുടെ 5 പിള്ളേരിൽ മൂത്തതാ ഷൈനി. അവര് വല്ലപ്പോഴുമൊക്കെ തൊടുപുഴയിൽ നിന്ന് ഇവിടെ വരുമ്പം ഞങ്ങൾ കാണും. എന്തേലും പ്രശ്നമുള്ളതായി തോന്നിയിട്ടില്ല. എന്നാൽ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അവരിവിടെ വന്നു. റോസാമിസ്റ്റിക്കയിൽ ഒരു ജോലി തരാമോ എന്ന് ചോദിച്ചാ വന്നത്. അന്നേരം കുറെ സങ്കടങ്ങളൊക്കെ പറഞ്ഞു. പൊതുവെ ഒത്തിരി വർത്താനം പറയാത്ത ഷൈനി അന്ന് ഒത്തിരി സങ്കടത്തിലുമായിരുന്നു. പുള്ളിക്കാരിയുടെ കഴുത്തിൽ കരിനീല പാടുകൾ ഉണ്ടായിരുന്നു. അച്ചാച്ചൻ അമ്മയെ നിലത്തൂടെ വലിച്ചിഴച്ചു അടിച്ചു എന്നൊക്കെ പിള്ളേര് പറഞ്ഞു. ഇവിടെ വേക്കൻസി ഇല്ലാഞ്ഞിട്ടും അവരുടെ അവസ്ഥ കണ്ടിട്ട് ഞാൻ ജോലി കൊടുത്തു. ആദ്യമൊക്കെ ഷൈനി അപ്പച്ചന്മാരെ അമ്മച്ചിമാരെ നല്ലപോലെ നോക്കുമെങ്കിലും എപ്പോഴും മൗനമാണ്. 1 മാസം കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും ഷൈനിയെ വലിയ കാര്യമായി. ഷൈനി എല്ലാവരുമായി കൂട്ടായി. ഇടയ്ക്ക് ഞാൻ കയറി ചോദിച്ചു, പാഞ്ചോ ഒന്ന് ചോദിച്ചോട്ടെ, ഷൈനിക്ക് എത്ര ശമ്പളം ഉണ്ടായിരുന്നു? 16,000 രൂപ അന്ന് ശമ്പളം കൊടുക്കുമായിരുന്നു. ആ ജോലിക്ക് സാധാരണ തുടക്കക്കാർക്ക് കൊടുക്കുന്നതിലും 1000 കൂടുതൽ കൊടുത്തിരുന്നു. സ്വന്തം വീട്ടിലായതുകൊണ്ട് വേറെ വലിയ ചെലവില്ലല്ലോ. കുറച്ച് പരിചയമായി കഴിഞ്ഞ് പ്രമോഷൻ കൊടുക്കാമെന്നും ശമ്പളം കൂട്ടിക്കൊടുക്കാമെന്നുമൊക്കെ വിചാരിച്ച. റോസാമിസ്റ്റിക്കയുടെ കുറച്ചുകൂടെ വലിയൊരു യൂണിറ്റ് കോട്ടയത്ത് തുടങ്ങാൻ പണി നടക്കുന്നുണ്ട്. 3-4 മാസം കഴിഞ്ഞ് അത് സ്റ്റാർട്ട് ചെയ്യും. അന്നേരം ഷൈനിയെ അവിടെ നേഴ്സാക്കാൻ ഉദ്ദേശിച്ചിരുന്നു. അപ്പൊ പിന്നെ കുര്യാക്കോസിനെ കൊണ്ട് സമയമില്ലല്ലോ, എന്ത് ചെയ്യാനാണ്? അങ്ങനെ 4 മാസം കഴിഞ്ഞ് ഒരു ദിവസം ഷൈനി പറഞ്ഞു, അവനെതിരെ ഞാൻ കേസ് കൊടുത്തിരിക്കുക. അതുകൊണ്ട് നീ അവിടെ ജോലിക്ക് പോകണ്ട എന്ന് അപ്പച്ചൻ പറഞ്ഞു. അതുകൊണ്ട് സാറേ, എനിക്കിനി ജോലിക്ക് വരാൻ പറ്റില്ല. ഞങ്ങൾ ഞായറാഴ്ച പള്ളിയിൽ പോയിട്ട് വേദപാഠം കഴിഞ്ഞു വരുമ്പോൾ ഷൈനിയുടെ പിള്ളേരും ഞങ്ങളുടെ കൂടെ കാറിൽ കയറും. കുറെ നാൾ അങ്ങനെയായിരുന്നു. പക്ഷെ ഒരു ദിവസം ആ പിള്ളേര് വണ്ടിയിൽ കയറാൻ മടിച്ചു നിന്നു. ചോദിച്ചപ്പം അവര് പറഞ്ഞു, ഇനി മേലാൽ നിങ്ങൾ അങ്കിളിന്റെ വണ്ടിയിൽ കയറരുതെന്ന് വല്യപ്പ പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞേച്ച് അവര് ഊടുവഴി കൂടെ ഓടിപ്പോയി. അങ്ങനെ കുര്യാക്കോസ് ആ പിള്ളേരെ ഒറ്റപ്പെടുത്തി. ഞങ്ങളോട് മിണ്ടാൻ പോലും പിള്ളേര് നിൽക്കുകയില്ല. കാരണം വല്യപ്പയെ പേടിയ, അത്രയ്ക്ക് ദുഷ്ടനായ ആള്. സത്യത്തിൽ 9 മാസമായിട്ട് സ്വന്തം വീട്ടിൽ നിന്നിട്ട് പോലും അവർക്കൊരു സമാധാനവും ഇല്ലായിരുന്നു. ഇത്രയുമൊക്കെ കേട്ടപ്പോൾ ഞാൻ ആകെ അസ്വസ്ഥനായി. കൊച്ചുമക്കൾ കൂടെയുള്ളപ്പോഴാണല്ലോ അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കുമൊക്കെ ഏറ്റവും സന്തോഷം. എന്നിട്ടും ആ മാലാഖ കുഞ്ഞുങ്ങളെ ഒരു ഭാരമായി കണ്ട ദുഷ്ടൻ മകളോട് പറഞ്ഞു, നീ എവിടെയെങ്കിലും ജോലിക്ക് പോകുവാണെങ്കിൽ പിള്ളേരെ വല്ല ഹോസ്റ്റലിലും ആക്കിക്കോണം. വല്യപ്പൻ എന്ന നിലയിൽ അയാൾ എന്തായിരുന്നു പറയേണ്ടത്? ഷൈനി, നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. നിനക്ക് പഠിക്കാനോ ജോലിക്കോ എവിടെ വേണമെങ്കിലും പൊക്കോ മോളെ. ഈ കുഞ്ഞുങ്ങളെ ഞങ്ങൾ നോക്കിക്കോളാം. അങ്ങനെ ഒരു കരുതലിന്റെ വാക്ക് കേൾക്കാൻ ആ പാവം മോൾക്കും കുഞ്ഞുമക്കൾക്കും ഭാഗ്യമുണ്ടായില്ല. പാഞ്ചോ പറഞ്ഞു, എന്റെ ഭാര്യ ലൂസിക്ക് ഷൈനിയോട് 1/2 മണിക്കൂർ മിണ്ടാൻ കിട്ടിയിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. പക്ഷേ അതിനുള്ള സ്വാതന്ത്ര്യമില്ലല്ലോ, അവസരവും കിട്ടിയില്ല. ഒടുവിൽ അവൾ അപ്പച്ചൻ പറഞ്ഞ പോലെ ഹോസ്റ്റൽ തേടിയിറങ്ങി. എവിടെയെങ്കിലും പിള്ളേരെ ആക്കിയിട്ട് വേണം പഠിക്കാൻ, എന്നിട്ട് വേണം ജോലിക്ക് പോകാൻ. ഹോസ്റ്റലുകാർ പറഞ്ഞു, ഇത്രയും ചെറിയ പിള്ളേരെ നോക്കാൻ ഇവിടെ പറ്റത്തില്ല, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നോക്കാം. പിള്ളേർ വളർന്ന് വലുതാകുന്നത് വരെ ഷൈനി എവിടെ പോകും? അന്നവൾ കൂട്ടുകാരി ജെസിക്ക്, അതായത് റോസാമിസ്റ്റിക്കയിലെ കൂട്ടുകാരിക്ക് ശബ്ദ സന്ദേശം അയച്ചു. രഹസ്യം പറയുന്നത് പോലെ തീരെ ശബ്ദം താഴ്ത്തിയാണ് അവൾ പറഞ്ഞത്.
വീട്ടിൽ ആരെങ്കിലും കേൾക്കുമോ എന്ന് ആ സാധു പേടിച്ചു കാണും. ഇത്രയും നിസ്സഹായയായ, ഒറ്റപ്പെട്ടിട്ടും അവഗണിക്കപ്പെട്ടിട്ടും പോയ ഒരു സാധു വീട്ടമ്മ സ്വന്തം വീട്ടിൽ പോലും അപ്പനെയും അമ്മയെയും പേടിച്ചാണ് ജീവിച്ചത് എന്ന് വേണം കരുതാൻ. ആരൊക്കെ പുറന്തള്ളിയാലും ആത്മവിശ്വാസത്തോടെ കയറി ചെല്ലാവുന്ന ഇടമാണ് പിറന്ന വീണ വീട് എന്ന സാമാന്യ ധാരണ അവളുടെ കാര്യത്തിൽ തെറ്റായി പോയി. അതോടെ പ്രത്യാശകളെല്ലാം അന്ന് അവസാനിച്ചു. പിള്ളേരെയും കൊണ്ടുപോയി ചാകടി എന്ന അന്ന് രാത്രിയിൽ ഭർത്താവും കൂടി പറഞ്ഞത് ഏറെ നാളായി ഷൈനി ചിന്തയിൽ കൊണ്ടു നടന്നെന്ന് വിചാരിക്കാവുന്ന കടും കൈക്കുമേൽ ആണിയടിക്കലുമായി. അക്കാര്യം രാത്രിയിൽ തന്നെ പിഞ്ചോമനകളോടും പറഞ്ഞു കാണും. അവരെ കൊണ്ട് മകൻ എഡ്വിനെ വിളിച്ചു പറയിപ്പിച്ചു. ഞങ്ങൾ പോകുന്നു ചേട്ടായി, ഇനി നമ്മൾ തമ്മിൽ കാണില്ല. എന്താണ് ഉദ്ദേശമെന്ന് അവനപ്പോൾ പിടികിട്ടി കാണില്ല. വെളുപ്പിന് 4:43 ഷൈനിയും മക്കളും പുറത്തിറങ്ങി നീങ്ങുന്ന ആ CCTV ദൃശ്യം ലോകത്തിന് കിട്ടിയത് കുര്യാക്കോസ് ശത്രുവായി കണ്ട പാൻജോയുടെ ക്യാമറയിൽ നിന്നാണ്. ഈ സംഭവ പരമ്പരയിലെ ഏറ്റവും ഹൃദയഭേദകമായ ദൃശ്യം ഇതാണ്. ചുരുണ്ടുകൂടി മൂടി പൊതിച്ച് കിടന്നുറങ്ങാൻ ഏതൊരു കുഞ്ഞും ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആ കുളിരുള്ള പുലർച്ചയ്ക്ക് സ്വന്തം അമ്മ തന്നെ പിഞ്ചു കുഞ്ഞുങ്ങളെ ബലമായി പിടിച്ചു വലിച്ച മരണത്തിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ച ഇനിയെന്നും നോവായി, നീറ്റലായി, വിങ്ങലായി, ഉണങ്ങാത്ത വ്രണമായി നമുക്കൊപ്പം ഉണ്ടാകണം. ആ രാത്രിയിൽ ഷൈനി ഒരുപോലെ കണ്ണടച്ചിട്ടുണ്ടാകില്ല. കുട്ടികൾ ഒന്നും അറിയാതെ ഉറങ്ങിയിരിക്കാം. പുലരും മുൻപേ അമ്മ വിളിച്ചുണർത്തിയത് അവർക്ക് ഇഷ്ടപ്പെട്ട് കാണില്ല. എപ്പോഴെങ്കിലും ഷൈനിയുടെ ഉള്ളിൽ കുടിയേറിയ ആ കടുംകൈ വിചാരത്തെ പുറത്താക്കാൻ ഒരു പരിശുദ്ധാത്മാവ് പറന്നിറങ്ങിയില്ലല്ലോ എന്നോർത്ത് നാം ദൈവത്തോട് പോലും പരിഭവിച്ചു പോകുന്നു. മരിച്ചവരിൽ ഏതെങ്കിലും ഒരാൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരുന്നുവെങ്കിൽ എന്ന് ഞാൻ എൻ്റെ അപ്പനമ്മമാരെ കുറിച്ചോ സഹോദരങ്ങളെ കുറിച്ചോ ആഗ്രഹിച്ചിട്ടോ പ്രാർത്ഥിച്ചിട്ടോ ഇല്ല. എന്നാൽ അടുത്ത കാലത്ത് ഞാൻ ചിലരെ കുറിച്ച് അങ്ങനെ ആഗ്രഹിച്ചു പോകുന്നു. ആദ്യം സിദ്ധാർത്ഥിനെ കുറിച്ചാണ്. കാരണങ്ങൾ ഞാൻ എടുത്തു പറയേണ്ടതില്ല. പിന്നെ ഷൈനി, അലീന, ഇവാന എന്നിവരെ കുറിച്ചും. ജീവിക്കാൻ കൊതിച്ച ഒത്തിരി സ്വപ്നങ്ങൾ നെയ്തവരായിരുന്നു അവർ. സിദ്ധാർത്ഥനെ ഒരു കൂട്ടം പിശാചുക്കൾ കൊന്നു. ഷൈനിയെ സാഹചര്യങ്ങൾ കൊന്നു. അത് ആത്മഹത്യയല്ല, കൊലപാതകമാണ്. ഒരു ഭാര്യ, സഹോദരി, മകൾ എന്നൊക്കെയുള്ള നിലയിൽ അവൾ അർഹിച്ചിരുന്നതും അവൾക്ക് ആവശ്യമായിരുന്നതും കൊടുക്കാത്ത കുടുംബങ്ങളും കൂട്ടുകാരും സ്ഥാപനങ്ങളും ഉൾപ്പെടുന്ന ഈ സമൂഹമാണ് അവരെ കൊന്നത്. കരുണയുടെ കനിവിന്റെ ഒരു തുള്ളി വീഴ്ത്തണം ലോകമേ എന്നാണ് ആ കുറിപ്പ് അവസാനിക്കുന്നത്. ഇതിൽ പറയുന്ന ഒരു കാര്യം പോലും മാറ്റി നിർത്താവുന്നതല്ല. സ്വന്തം വീട്ടിൽ അവിടെ നിന്ന് കിട്ടാത്ത ഒരു പരിഗണന പോലും കിട്ടാതെ ആയതോടുകൂടിയാണ് ഷൈനി ആകെ തളർന്നു പോയിട്ടുണ്ടാകുക. ഒരു വല്യപ്പൻ എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു അപ്പൂപ്പൻ എന്ന നിലയിൽ, അമ്മമ്മ എന്ന നിലയിൽ ആ മകളോടും കൊച്ചുമക്കളോടും കാണിക്കേണ്ട കരുണ അയാൾ കാണിച്ചില്ല എന്നുള്ളത് ഇതിൽ നിന്ന് വ്യക്തമാണ്. പിന്നെ ആർക്കു വേണ്ടിയാണ് ഈ മുതലക്കണ്ണീർ? ചിലർ പറയുന്നു ഈ നിസ്സഹായ അവസ്ഥയിൽ നിന്ന് ഷൈനിക്ക് പിന്മാറാമായിരുന്നു. ഷൈനി സഹായങ്ങൾ സ്വീകരിക്കാൻ നിന്നിരുന്നുവെങ്കിൽ, ഒരു വേള ഒന്നുകൂടി ആലോചിച്ചിരുന്നുവെങ്കിൽ. ഒന്ന് ആലോചിച്ചു നോക്കുക. അവൾ പോയെടുത്ത് ഈ 9 വർഷവും അല്ലെ ഈ 12 വർഷവും അവൾ അനുഭവിച്ചത് ക്രൂരത മാത്രമാണ്. ഒടുവിൽ ഗതികെട്ട വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. കൂട്ടിക്കൊണ്ടുവന്ന വീട്ടിൽ, അതായത് സ്വന്തം വീട്ടിൽ പോലും സ്വന്തം അപ്പനും അമ്മയും അവളോട് കാണിച്ചതും ആ കുഞ്ഞുങ്ങളോട് കാണിച്ചതും ക്രൂരത തന്നെ. പിന്നെ ആ സാധു സ്ത്രീ, പ്രതികരിക്കാൻ അറിയാതിരുന്ന ആ സാധു സ്ത്രീ എന്തു ചെയ്യുമായിരുന്നു? ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്ന് തന്നെ നമുക്കറിയാം. പക്ഷേ ചില നിസ്സഹായ അവസ്ഥകളിലേക്ക് ചിലരെ തള്ളിയിടാതിരിക്കാനെങ്കിലും നമുക്ക് ഇനിയെങ്കിലും ഒത്തുചേർന്ന് നിൽക്കേണ്ടിയിരിക്കുന്നു. നന്ദി.